ഗൈസ്, വെൽക്കം ബാക്ക് ടു അഗ്ലാസ് ക്രിയേറ്റീവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി വോൾ ഡെക്കറാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെ കടയിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ ആ ഒരു ക്യാപ്പിൻ്റെ ബേസ് കൊടുക്കാനായിട്ട് ഞാൻ ഒരു മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഗ്ലൂവും നമ്മുടെ വൈറ്റ് ആക്രിലിക്കും നമ്മുടെ വോൾ പുട്ടി അതും കുറച്ച് വെള്ളം കൊണ്ട് മിക്സ് ചെയ്ത്, ഒത്തിരി തിക്നെസ് വേണ്ട, നമ്മൾ ആക്രിലിക് പെയിൻറ്റിൻ്റെയൊക്കെ ആ ഒരു തിക്നെസ് തന്നെ മതി. അതിലൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമ്മളത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഒരു 3 ഇതുപോലത്തെ അടപ്പ് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു റെഡ് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെയും കളേഴ്സ് കൊടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു പുറമേ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ അടിഭാഗത്ത്. ഇനി ഇതായി ഇതുപോലെ ഒരു 3 സർക്കിൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ചെറുത്, അതിനെങ്ങാട്ടി കുറച്ചും കൂടെ വലുത്, അതിനെങ്ങാട്ടി കുറച്ചും കൂടെ വലുത്, അങ്ങനെ ഇതുപോലെ ഒരു 3 സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ മിറേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, പല ഷേപ്സിലുള്ളത്. അപ്പം ഞാൻ റൗണ്ടും സ്ക്വയറും ട്രയാങ്കിളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും 2 മതി കേട്ടോ. ഇനി ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്, സിൽവർ കളറാണ് കേട്ടോ. ഇനി ഇതുപോലെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് മിഡിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിറർ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ സ്റ്റിക്ക് ചെയ്തെടുത്ത ശേഷം എക്സ്ട്രാ ഗമ്മ് യൂസ് ചെയ്തിട്ടില്ല, അതിലുള്ള ഗമ്മ് വെച്ചിട്ട് തന്നെ ഞാൻ ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ചെറിയ സിൽവർ കളർ സ്റ്റോൺ ഉണ്ട്, ആ ഒരു മിറർ ചുറ്റി വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കൈ വെച്ച് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഗമ്മ് ഒറ്റാതിരിക്കാനാണ് കേട്ടോ. പഴയ പെന്നൊക്കെ ഉണ്ടല്ലോ തീർന്നിട്ടുള്ള, അതിൻ്റെ തുമ്പിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റോണിൽ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും പശ പറ്റാതെ നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട്. ഇനി നമ്മൾ നേരത്തെ സർക്കിൾ വെച്ചെടുത്തില്ല, അതിൽ 2ാമത്തെ സർക്കിളിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു സർക്കിൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആ ഒരു സ്റ്റോൺ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡിസൈനും പാറ്റേണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അപ്പോൾ എൻ്റെ ഐഡിയക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റൗണ്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ആ ഒരു റൗണ്ട് ഒരു സർക്കിളും കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇതുപോലെ മിറർ ഒന്ന് സ്റ്റിക്ക് ചെയ്യാണ്. ആദ്യം ഒരു സ്ക്വയർ മിറർ, അത് കഴിഞ്ഞൊരു ട്രയാങ്കിൾ മിറർ, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് സ്റ്റിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഒരു സിംഗിൾ ഷേപ്പിലുള്ള മിറർ ആണെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ അടുപ്പിച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം ഒരു കുഞ്ഞ് റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഇതുപോലെ ജസ്റ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേറെയും പാറ്റേൺസോ ഡിസൈൻസോ ഒക്കെ ഇതിനുള്ളിൽ വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡോട്ട്സ് മാത്രം യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതുപോലെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക, അടപ്പിൻ്റെ ആ ചുറ്റും കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഏരിയ ഉണ്ട്, അവിടെയും ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അതിലൊക്കെ മാറ്റം ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ. ആ ഒരു റെഡും വൈറ്റും മിററൊക്കെ കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഹാങ്ങിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ത്രെഡ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു ഹോൾ ഇതുപോലെ ആ സൈഡിലൊന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ കട്ടിയോടെ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. വലിയ കട്ടിയില്ലാത്ത ഐറ്റം ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് ഹോൾ ഇട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ വേറെ 2 പീസും കൂടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കോട്ടൺ ത്രെഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ജൂട്ട് ത്രെഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ത്രെഡ് ഒന്ന് ആ ഒരു ഹോളിൽ കൂടെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 പർപ്പസായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ബാക്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു വുഡൻ സ്റ്റിക്കിൽ ഇതുപോലെ നമ്മൾ ഒന്ന് ടൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ ഫൈനലിലേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.